മൂവാറ്റുപുഴയിൽ ആൾക്കൂട്ട ആക്രമണത്തിനിരയായി മരിച്ച അശോക് ദാസിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് വൈകും. അടുത്ത ബന്ധുക്കളെത്താതെ മൃതദേഹം വിട്ടുകൊടുക്കാനാകില്ല എന്ന് പോലീസ് പറഞ്ഞു. മൃതദേഹം കൊണ്ടുപോകാനെത്തിയ സുഹൃത്തുക്കൾ തിരികെ നാട്ടിലേക്ക് മടങ്ങി. നിതിൻ സേവ്യർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ, സുഹൃത്തുക്കളായിരുന്നോ മൃതദേഹം ഏറ്റുവാങ്ങാനായി എത്തിയിരുന്നത്? ഇതുകൊണ്ടാണോ പോലീസ് ഇത്തരത്തിലൊരു നിലപാടെടുത്തത്? ജിൽസി, ഈ രാത്രിയിൽ പെൺസുഹൃത്തിന്റെ വീട്ടിലെത്തിയതിന് ആൾക്കൂട്ടം കെട്ടിയിട്ട് മർദ്ദിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ വെച്ച് മരിച്ച അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസിന്റെ മൃതദേഹം ഇനിയും നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് അശോക് ദാസ് മരിക്കുന്നത്. ഇതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ 5 ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴും അടുത്ത ബന്ധുക്കളൊന്നും തന്നെ മൃതദേഹം ഏറ്റുവാങ്ങാൻ എത്തിയിട്ടില്ല. ഇന്നലെ 2 പേർ എത്തിയിരുന്നു. പക്ഷേ ബന്ധുക്കളല്ലാത്തതിനാൽ മൃതദേഹം വിട്ടുകൊടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. രക്തബന്ധമില്ലാത്തവർക്ക് കൈമാറുവാൻ നിയമപരമായ തടസ്സമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കൊല്ലപ്പെട്ട അശോക് ദാസിന് ഒരു സഹോദരി മാത്രമാണുള്ളത്. ഇവര് ഭർത്താവും ഒന്നിച്ച് പശ്ചിമ ബംഗാളിലാണ് സാധിക്കുന്നത്. ഈ സഹോദരി ഭർത്താവിന്റെ ആവശ്യപ്രകാരമാണ് 2 സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ എത്തിയത് തന്നെ. പക്ഷേ ഈ നിയമപരമായ ഒരു തടസ്സമുള്ളതിനാണ് പോലീസ് ഇവർക്ക് മൃതദേഹം വിട്ടുകൊടുക്കാത്തത്. ഇനിയിപ്പോൾ അടുത്ത ബന്ധുക്കൾ വരും, അരുണാചൽ പ്രദേശിൽ വരുമെന്നാണ് അറിയുന്നത്. ഏതായാലും അവരിവിടെ എത്താൻ വീണ്ടും ഒരു 3-4 ദിവസം കൂടി എടുക്കുമെന്നതിനാൽ ഈ മൃതദേഹം ജനറൽ ആശുപത്രിയിൽ തന്നെ സൂക്ഷിക്കുകയാണ് ജിൽസി.